इंडिया भिड़ेगी इंग्लैंड से 1 जुलाई से धुलाई का मजा सिर्फ सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. നല്ല സുന്ദരി. വാടി, ബറാത്ത് കാണാം. ഞങ്ങളുണ്ടല്ലോ, ഹണിമൂണിന് വരാൻ കേട്ടോ. ഒരുമിച്ചൊരു രസം. വാ പോകാം. കല്യാണം എന്റെയാ, എന്നിട്ട് അടിച്ചു പൊളിക്കുന്ന നിങ്ങളും. അയ്യോ എന്റെ പൊന്നെ, നീ സമ്മതിച്ച ആദ്യ രാത്രി നമുക്ക് ഒരുമിച്ചാകാം. നിങ്ങളുടെ അളിയനാ, അതായത് സഹോദരൻ. മനസ്സിലായോ? കണ്ടു കണ്ടു കണ്ടു. അയ്യോ, ട്രാൻസ്ഫോമർ പോയതാണോ? എല്ലാവരെയും പുറത്തോട്ട് വിട്ടോ. ആടാ ഇങ്ങോട്ട്, ആടെ ഇറങ്ങ. ജഹാനാബാദിലുള്ളവർ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ നഗരം പിടിച്ചടക്കിയതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം. എല്ലാവരും സ്വന്തം വീടുകളിൽ തന്നെ കഴിയണം. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഈ യുദ്ധം ഞങ്ങളും സർക്കാരും തമ്മിലുള്ളതാണ്. നിങ്ങൾക്കുള്ള അറിയിപ്പാണിത്. അതായത് നിങ്ങളൊക്കെ വീട്ടിനുള്ളിൽ തന്നെ കഴിയണം. ആരും പുറത്തിറങ്ങരുത്. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. राख में भी फसलें आएंगी, कांटों से भी खुशबू आएगी, आतिशों के होंगे औबशार, इश्क लाएगा ऐसी क्रांति। എവിടെയായിരുന്നു നീ? എത്ര നേരമായിട്ട് തന്നെ നോക്കിയിരിക്കുക. ചായ നന്നായി തിളപ്പിക്കണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? ആ ശരി ശരി, വാ ഇങ്ങോട്ട്. നമസ്കാരം മറന്നോ? നിന്നെക്കുറിച്ച് മമ്മിയും പപ്പയും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിനക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ.
അയ്യോ ചോദിക്കും മോളെ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? അയ്യോ, ഇവന് 14 വയസ്സുള്ളപ്പോ തൊട്ട് വണ്ടി ഓടിക്കുന്ന. ഇവന്റെ പപ്പയുണ്ടല്ലോ, ഇവന് ലൈസൻസും എടുത്തു കൊടുത്തു. എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോ ടയർ മാറ്റിയിടാൻ അതറിയോ? ശരിയായോ? കഴിഞ്ഞു. ദാ ഒരു നെട്ടും കൂടെ. നിനക്ക് വിവാഹം വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ? അയ്യോ, വേണ്ടെന്നാരാ പറഞ്ഞ? ഇപ്പൊ ആണായിട്ട് പെണ്ണായിട്ട് നിങ്ങൾക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ. ജീൻസിന്റെ മേളിലാണ് ഉടുത്തത്. സ്മാർട്ട് ഐഡിയ അല്ലേ? അമ്മയും വിവാഹം കഴിച്ചല്ലേ, മുത്തശ്ശിയും കഴിച്ചു കാണും. അവരുടെ അമ്മ മുതുമുത്തശ്ശിയും ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ടാണ. ഞാനും വിവാഹം കഴിക്കും. വിവാഹവും പിന്നെ സെക്സും. മിണ്ടാതിരിയടി. അയ്യോ, ചെയ്യാതിരുന്ന മമ്മിയുടെ വംശം എങ്ങനെ മുന്നോട്ട് പോകും മമ്മി? ആഹാ, ഞങ്ങളുടെ വംശം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് ചിന്തയൊക്കെ ഉണ്ടല്ലേ. ശരി, മോന്ത വീർപ്പിക്കണ്ട. പൊട്ടന്മാരെ ആരും വിവാഹം കഴിക്കില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വിവാഹം കഴിക്കുന്ന ആളുണ്ടല്ലോ, ഒരുപാട് പ്രത്യേകതകളുള്ളവനായിരിക്കും. ഏതെങ്കിലും രാജകുമാരൻ വരുമായിരിക്കും, അല്ലാണ്ടെന്താ. ആർക്കറിയാം. ശരി മമ്മി, ഞാൻ പോന്നു. വൈകുന്നേരം താമസിക്കാം കേട്ടോ. 6 മണിക്ക് മുന്നേ വീട്ടിലെത്തിക്കോണം. ശ്രമിച്ചു നോക്കാം. ബൈ പപ്പാ. ആ ബ്രേക്ക് ടൈറ്റ് ചെയ്യിപ്പിച്ചോണ്ട് പോണം കേട്ടോ. ആ, നന്നായി ഓർമ്മിപ്പിച്ചത്. അവര് വേണ്ടാന്ന് പറഞ്ഞല്ലേ? ഇല്ലില്ല, അവര് 2 ദിവസത്തിനുള്ളിൽ പറയാന്നാ പറഞ്ഞേ. വേണ്ടാന്നേ അവര് പറയും. ഈ കസ്തൂരി അവിടെ പോയി. വന്നു 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 പെട്ടെന്ന് വാടി. അപ്പൊ പിന്നെ കൊന്നോ അതോ വിട്ടയച്ചോ? ഇത്തവണ ഞാൻ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു. എന്റെ അള്ള, നിനക്കിത് എവിടുന്നാണ് ഈ ഐഡിയ ഒക്കെ കിട്ടുന്നത്? നിങ്ങൾക്കറിയോ, സാരി ഞാൻ ഇതിന്റെ മുകളിൽ കൊടുത്തത്. അമ്മയാകെ ഞെട്ടിപ്പോയി. നിന്നെ കെട്ടിച്ചിട്ട് അടങ്ങുമെന്നാ തോന്നുന്നേ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാള് വരുന്നത് വരെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല. ആ, ഇപ്പൊ കിട്ടും. ജഹനാബാദിൽ നീ നോക്കിയിരുന്നു. ജനകീയ യുദ്ധം വിജയിക്കട്ടെ, ജനകീയ യുദ്ധം വിജയിക്കട്ടെ. ജഹാനാബാദ് പോലീസ് മുർദാബാദ്. ദീപക് ഭയ്യെ വിട്ടയക്കുക, ദീപക് ഭയ്യെ വിട്ടയക്കുക. പോലീസ് തിരികെ പോകണം. ഇത് നിങ്ങൾക്ക് ഗയ ജഹനാബാദ് ഏരിയയിലെ സജീവ നക്സൽ കമാൻഡർ ദീപക് കുമാറിനെതിരെ പോലീസ് ജഹാനാബാദ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ മാസം ഗയ പട്ന ഹൈവേയിൽ നിന്നാണ് ദീപക് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത വാദം കേൾക്കുന്നതിന് മുന്നേ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്ക് എന്തായി കാണിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടി നിർത്തിക്കും. ആ ഗ്ലാസ് താഴ്ത്തിടും. അതെ മോളെ, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് കോളേജിലേക്ക് പോവാം. അതിന്റെ പിന്നിലൂടെ ഒരു വഴിയുണ്ട്, അതിലെ വെക്കും. ആ വണ്ടി വിടും. ആ വഴി കൂടി പോകാൻ പറ്റില്ലല്ലോ. ഏട്ടാ, ഇവനാണ് നമ്മുടെ ആളുകളെ കൊന്നത്. ഇവനെ പട്നയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിലേ അതായിരുന്നു സാർ നല്ലത്. നിങ്ങൾ ചാരാണെന്ന് പറഞ്ഞ് എടുത്ത് കുടഞ്ഞു കളയുന്നതേ നല്ല ഭസ്മ. എടുത്ത് നെറ്റി പൂശിക്കൂ. കാര്യങ്ങൾ അത്ര പന്തിയല്ല സാറേ. ഇപ്രാവശ്യം എങ്ങാനും ഇവൻ ജയിലിൽ ചാടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നമ്മൾ അവനെ പിടിക്കുന്നില്ല.
പകരം നെഞ്ചിൽ ബുള്ളറ്റ് കയറ്റുക. നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആവാറായില്ലേ? എന്നാ പോയാലോ? ജയ് ഹിന്ദ് സാർ. ഇതൊക്കെ കേട്ട് ചെവി തകർന്നു. കസ്തൂരി, നീ അവിടെ പോകണ്ട. ഇങ്ങോട്ട് വാ. ഇത്തവണ സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാലുണ്ടല്ലോ, ലൈബ്രറി മാത്രമല്ല പകരം സ്പോർട്സ് ഗ്രൗണ്ട് നിർമ്മിക്കും. കസ്തൂരി, എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ ഷിം ബാബുവിനെയും എന്നെയും ജയിപ്പിക്കേണ്ടി വരും. ഷിം ബാബു സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. ഇന്നത്തെ മൂവി നൈറ്റ് എന്റെ വീട്ടില്. സമയത്തിന് വന്നോണം രണ്ടും. ഒരുപാട് ലേറ്റ് ആകാൻ പാടില്ല കേട്ടോ. അമ്മി ചോദിക്കാറുണ്ട് അങ്ങനെ എന്തോന്ന് പഠിത്തമാണ് നിങ്ങളുടെ ഇതെന്ന്. അപ്പൊ നീ ഉമ്മയോട് പറയണം, ഉമ്മയോട് പറയാൻ പറ്റാത്ത കാര്യമൊന്ന്. എന്റെ ആള് വരുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നത് തന്നെയാണോ നിങ്ങളും കാണുന്നത്? അവൻ കരുതി അവനെയാണെന്ന്. കൊള്ളാലോ. എങ്ങോട്ടേ പോകുന്നു? പുതിയ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. സോറി, ഐ ആം സോ സോറി. തേർഡ് ഇയറിൻ്റെ ക്ലാസ് റൂം എവിടെയാ? പുതിയ ആളാണോ? യാ, ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഹിയർ. വാട്ട് ഈസ് യുവർ നെയിം? അഭിമന്യു സിംഗ്. നോക്ക് അഭിമന്യു സിംഗ്, ഞങ്ങൾ സാധാരണ പുതിയ അഡ്മിഷനെ റാഗ് ചെയ്യാതെ വിടുന്ന പ്രശ്നമില്ല. പക്ഷേ നിന്നെ വെറുതെ വിടാം. പോയാലും താങ്ക് യു. പക്ഷേ തേർഡ് ഇയറിൻ്റെ അത് ക്ലാസ് റൂം. മുന്നോട്ട് ചെന്ന് താഴെ മൂന്നാമത്തെ റൂം. താങ്ക് യു. ആ ഒന്ന് നിന്നെ. ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ പറയണം കസ്തൂരി മിശ്രയ്ക്ക് ഇൻട്രോ കൊടുത്തതാണെന്ന്. ഓക്കെ. പാടി. ജഹനാബാദിലെ ആണെന്ന് തോന്നുന്നില്ല. അറിയില്ല, ഞാൻ എത്തിക്കൊണ്ടിരിക്കും. എവിടെന്നെങ്കിലും വന്നതാവും. വാടി, നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെയാ വരുന്നത്. ഇങ്ങോട്ട് മാറിയിരിക്കടി, മാറിയിരിക്കും. ആടി. അയ്യോ, വല്ലാണ്ട് റാഗ് ചെയ്തില്ലേ മോളെ? ഹാ സഹിക്ക, അല്ലാണ്ടെന്താ. എൻ്റെ പേര് അഭിമന്യു സിംഗ് എന്നാണ്. ഐ എം ഫ്രം പാട്ന ആൻഡ് I'll be teaching you English literature. അയ്യടി മോളെ, ഇത് ടീച്ചറാടി. ഞാൻ തൽക്കാലം നിങ്ങളുടെ എല്ലാം പിന്നിലല്ലേ ഇരിക്കുന്നത്. താങ്ക് യു. Now that I've introduced myself, can I get introduction from you? Sir, Amit Shukla. റാം യാദവ്. ഐഷ റിസ്വാൻ. ദീപ്തി സഹ. Kasturi Misra. കോമൾ കുഷ്വഹ. ശ്വേത യാദവ്. അർപ്പിത ശർമ്മ. And you will ask, why doesn't his poetry speak of dreams and trees and the great volcanoes of his native land? Come and see the blood in the streets. Come and see the blood in the streets. Come and see the blood in the streets. പാബ്ലോ നെരൂഡ ആർക്കെങ്കിലും അറിയാവോ? അത് കുഴപ്പമില്ല. നെരൂദ ആക്ച്വലി ഒരു കവിയും ഒരു ഡിപ്ലോമാറ്റും ആയിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രണയവും വിപ്ലവവും സമാസമം ചേർത്തിരുന്നു. ലവ് ആൻഡ് റെവല്യൂഷൻ. യുദ്ധത്തിന് പകരം ഹൃദയങ്ങളെ കീഴടക്കേണ്ടതാണ് അഭികാമ്യമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. മറ്റൊരാളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ശബ്ദം ഉയർത്തേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ പുറത്തേക്ക് പോകുന്ന എന്തിനാ? നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കവികളില്ലേ? അതായത് ദുഷ്യന്ത് കുമാർ. വെറും കോലാഹലം ഉണ്ടാക്കുന്നത് എൻ്റെ ഉദ്ദേശമല്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ദുഷ്യന്ത് കുമാറിനെ പറ്റി? വെറും കോലാഹലം ഉണ്ടാക്കുക എന്നത് എൻ്റെ ഉദ്ദേശമല്ല, മറിച്ച് മുഖങ്ങൾ തന്നെ മാറ്റിയെടുക്കലാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ നെഞ്ചിലെന്നല്ല, നിന്റെ നെഞ്ചിലാണെങ്കിലും തീ എവിടെയാണെങ്കിലും ശരി, അത് ആളി കത്തിക്കൊണ്ടിരിക്കണം.
അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങളുടെ നെഞ്ചിലെ തീയെ കണ്ടെത്തണം, അതിനെ കത്തിക്കണം. നമ്മുടെ പരിസരമൊക്കെ ഒബ്സർവ് ചെയ്യണം, നോട്ടീസ് ചെയ്യണം എന്താ നടക്കുന്നതെന്ന്. അത് കണ്ടതിന് ശേഷം അത് എഴുതി വെക്കണം. കവിതയാണെങ്കിലും കഥയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ അത് എഴുതണം. ആർക്കറിയാം, നമ്മുടെ ഇടയിലും ഒരു പാബ്ലോ നെരൂദ ഇരിക്കുന്നുണ്ടെങ്കിലോ. എൻഡ് ഓഫ് ക്ലാസ്. ആദ്യത്തെ ക്ലാസ് അല്പം കൂടിയോന്നൊരു സംശയം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഷേക്സ്പിയറിന്റെ ലവ് സോണറ്റ്സ് പഠിക്കാം. അതുപോലെ ശരി എന്നാൽ. താങ്ക് യു ഫോർ ടുഡേ. സീ യു. ബൈ. സർ ഒന്ന് നിൽക്ക്. പറയൂ. സോറി സർ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറാണെന്ന്. എൻ്റെ ഇൻട്രോ ഓക്കെ ആയിരുന്നില്ലേ? സോറി സോറി. ഡോണ്ട് ബി. ഇറ്റ്സ് ഗുഡ് ടു സീ ഓൾ ഓഫ് യു. I'll see you around. കസ്തൂരിക്ക് ഒരു സ്ഥലത്തും ആലോചന ഒന്നും ശരിയാകുന്നില്ല. ഇവിടെയാണെങ്കിൽ നീ നിന്റെ ഷാട്ടി ഒന്നും മാറ്റുന്നുമില്ല. എന്തായി പറയണേ? പണ്ട് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞിരുന്നു. അയ്യോ, ടിഫിനൊക്കെ വിട്ടേക്കുന്നേ. ശരി. ഡ്യൂട്ടി തന്നെയാണ് ത്രിപാഠി സാറേ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് കറിയാ ബിസ്ബേ സാബിന് വേണ്ടി കുമുദ് തന്നു വിട്ടതാ. മിസ്റ്റർ സർ, ഈയിടെയായിട്ട് ഒന്നും ദഹിക്കുന്നില്ലെന്നേ. ഓഹോ. കഴിപ്പും കുടിയും കുളിയും തൂറും എല്ലാം ഇല്ലാണ്ടായി ഈ ദീപകുമാർ വന്നതിന് ശേഷം. ചേട്ടാ, ഇത് കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റാ. പട്ന ഗാന്ധി ബുക്ക് ഹൗസിൽ നിന്ന് വായിപ്പിക്കണം. 2-3 ദിവസം എടുക്കും. 2-3 ദിവസം കൊണ്ട് ഞാൻ എവിടെയും പോകില്ല. ഒരു ടൂത്ത് പേസ്റ്റും കൂടെ വേണം. സോനു സാറേ, എന്തോ ചോദിക്കുന്നു. ഇദ്ദേഹത്തിന് ടൂത്ത് പേസ്റ്റ് കൊടുക്കാൻ. ടൂത്ത് പൗഡർ എന്തിനാ ഇപ്പോ? ഇന്ന് സാർ, നിങ്ങൾ ദില്ലിയിലാണ് പഠിച്ചതെന്ന് കേട്ടു. അതെ, PhD എടുത്തു പൊളിറ്റിക്കൽ സയൻസിൽ. സാറേ, ഞാനും പൊളിറ്റിക്കൽ സയൻസിൽ ഗ്രാജുവേഷൻ ചെയ്യാ, കറസ്പോണ്ടൻസ് ആയിട്ടാ. നല്ലതാ. ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് ഈ തരത്തിലുള്ള മാർഗത്തിലാണോ സഞ്ചരിക്കുന്നത്? പഠിച്ചപ്പോൾ നമുക്ക് അറിവ് കിട്ടി സാർ. എന്നാൽ നമ്മൾ പഠിച്ചത് മുന്നിൽ കാണുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇത്രയും വർഷങ്ങളായി അതങ്ങനെ വെറുതെ ഒന്നും നടക്കില്ലല്ലോ ദീപക് സാർ. അതിലൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. 10 പേരെ കൊന്നുകൊണ്ട് നടക്കുമോ അത്? മിസ്റ്റർ സാർ, ജയിലർ സാറിനോട് പറയണം ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന്. ഓ ഫക്കടി. മമ്മി, ഇതിന്നൊന്നെടുത്ത്. എന്താ ഇതില്? എടുക്കാനല്ലേ പറഞ്ഞത്. ഇനി മതി പോയിക്കോ. കൊള്ളാലോ. മമ്മി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ല്. കസ്തൂരി. യെസ്, മതി. അപ്പൊ ഫുൾ ആൻഡ് ഫൈനൽ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ല, അതെ, നിങ്ങളുടെ സഹോദരൻ. മാത്രല്ല, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ഏടത്തിയമ്മ. കൊള്ളാലോ മോളെ. ഇതാണോ നിന്റെ ഫെയിൽ ഗെയിം? കസ്തൂരി കസ്തൂരി കസ്തൂരി, 3നും കസ്തൂരി എഴുതിയിരിക്കുന്നെ. അല്ല, നീ ഇവിടെ നോക്കൈഷു. നിനക്ക് വേണ്ടി റഹ്മാനെയോ സൽമാനെയോ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ എന്റെ ദീപ്തി മോളെ, നിന്റെ പാപ്പ നിനക്കൊരു ഇന്റർകാസ്റ്റ് മാരേജ് നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോ ആ ചെക്കൻ എനിക്കല്ലേ? കല്യാണം കഴിച്ചതാണെങ്കിലോ? ഇപ്പൊ നോക്കും. നോക്കില്ലടി. നോക്കുന്നേ. നോക്കുന്നില്ല. ഞാനല്ലേ പറഞ്ഞത്. മിണ്ടാതിരിടി.
ഞാൻ പറഞ്ഞില്ലേ നോക്ക് സെക്കൻഡിനാ ഷോട്ട് അടിക്കുന്നത്. പഠിച്ചിട്ടുണ്ടാവും. ബാഡ്മിന്റൺ എന്താണെന്ന് അറിയണമെങ്കിൽ എന്നോട് കളിച്ചു നോക്കണം. മാറി ഇങ്ങോട്ട് വരുന്നു. നിക്കടി ഒന്ന്, ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇന്നത്തേക്കുള്ള പണിയായി. മിണ്ടാതിരിക്കും. കസ്തൂരി മിശ്ര കണ്ടില്ലേ, എന്റെ പേര് പോലും ഓർമ്മയുണ്ട്. യെസ് സർ. ദീപ്തി ആൻഡ് ആയിഷ, റൈറ്റ്? നിങ്ങൾ ഇവിടെ എന്തെടുക്ക? സർ, ഞങ്ങള് കോളേജിൽ പോയിരുന്നു. സാറ് ബാഡ്മിന്റൺ കളിക്കുന്നത് കണ്ടപ്പോ നിന്നതാ. ഈ വഴിയിലൂടെയോ? ക്യാരി ഓൺ. സാറിനെ തോൽപ്പിക്കുമെന്ന് കസ്തൂരി പറഞ്ഞായിരുന്നു. രാജു, ശങ്കർ, പേര് വിജയ്, വന്നുകൊണ്ടിരിക്കുക. രാധേശ്യാം, നന്നായി കളിക്കുന്നുണ്ടല്ലോ. ഒരല്പം പ്രാക്ടീസ് കൂടി വേണമെന്നേ ഉള്ളൂ. സാറ് പഠിപ്പിക്കോ? ക്ലാസ് മിസ് ചെയ്യാൻ പോവാണോ നിങ്ങൾ? എന്നാ പിന്നെ വിട്ടോ. പിന്നെ സാറും നന്നായി കളിക്കുന്നുണ്ട്. താങ്ക് യു. शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद, 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 शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद. മതി. ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ഊർജം, ഈ രക്തത്തിളപ്പ്, ഇതുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വരെ തണുക്കാൻ അനുവദിക്കരുത്. ജീവൻ വരെ തരാൻ തയ്യാറാണ് നേതാവേ. शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद, शिवान सिंह जिंदाबाद. എന്താണ് ചേട്ടാ, ഒറ്റയ്ക്ക് തിന്നാനുള്ള പരിപാടിയാണോ? വാ വാ. शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद, शिवान सिंह जिंदाबाद, शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद, शिवान सिंह जिंदाबाद, शिवान सिंह जिंदाबाद, शिव बाबू जिंदाबाद. നോക്ക്, ഈ ഒരെണ്ണം നല്ലതാണ്. ഇത് വിട്ടേക്ക് അവർക്ക്. എല്ലാ പത്രങ്ങൾക്കും ഇപ്പൊ തന്നെ കൊടുത്തേക്ക്.
എന്തൊക്കെയുണ്ട് ദുർഗേഷ് സാർ? പുതിയ വാർത്ത എന്താ? ഈ കേസ് പാട്നയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ജഡ്ജിൻ്റെ പ്രഷറുണ്ട് എനിക്ക്. മറ്റന്നാൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ജയിലർ ത്രിപാഠി വല്ലാതെ പേടിച്ചിരിക്കുക. അയാളോട് ഞാൻ പറഞ്ഞോളാം. മറ്റെന്തെങ്കിലും? എന്തു പറ്റി? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ജയിലിലെ അന്തരീക്ഷം ആകെ പേടിപ്പെടുന്നുണ്ട് സാർ. ശക്തിസേനക്കാരെ അധികാലം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ബസേശ്വരാണെങ്കിൽ ദീപകിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ബസേശ്വരോട് പറയണം ഞാൻ നേരിട്ട് പറഞ്ഞതാണെന്ന്. അവൻ്റെ ഈഗോ ഉണ്ടല്ലോ, അത് അവിടെ തന്നെ വച്ചേക്കാൻ. ദീപകിൻ്റെ ഒരു രോമത്തിന് പോലും കേടുവരരുത് ഈ തെരഞ്ഞെടുപ്പ് വരെ, കേട്ടല്ലോ? വണ്ടി നിർത്തിയേക്ക്. എങ്കിൽ ശരി ദുർഗേഷ്, ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വീട്ടുകാരെയും കൂട്ടിക്കോ, ഭക്ഷണം കഴിച്ച് പിരിയാം. വിട്ടോ. ദീപക് ബാബു സിന്ദാബാദ്. ദീപക് ബാബു സിന്ദാബാദ്. ദീപക് ബാബു സിന്ദാബാദ്. ബാബു സിന്ദാബാദ്. മതി മതി, ഉറങ്ങിക്കോ. 10 മണിയായി. ദീപ്തി ഇങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ. ഇന്ന് എന്റെ ടേണല്ലേ മമ്മി. ഈ രാത്രി മുഴുവൻ എന്താണാവോ നിങ്ങൾ ഈ പഠിക്കുന്ന? ഹാർഡിങ്, വൈൽഡ്, ഷേക്സ്പിയർ, ഡിക്കൻസ്. എന്താ? ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ. അമ്മയ്ക്ക് മനസ്സിലാവില്ല. ശരി, ബൈ. പൂരി റെഡി ആയിട്ടുണ്ടോ? ആ, കൊണ്ടുവരുന്നു. ഹലോ സർ. സാർ, അത് പപ്പ പറഞ്ഞു സാർ ഇവിടെ ഗസ്റ്റ് ആണെന്ന്. അപ്പോൾ മമ്മി ഡിന്നർ തന്നു വിട്ടു. സാർ ഇതൊന്നും കഴിക്കണ്ട. ഇവിടുത്തെ കുക്ക് ഭയങ്കര കള്ളൂടിയനാ. വെള്ളം അടിച്ചിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്. സാർ അത് കഴിച്ചോ. എൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം. ആക്ച്വലി ഇവിടുത്തെ കുക്ക് ഇന്ന് അവധിയിലാണ്. അത് ഞാനുണ്ടാക്കിയതാ. സാറ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കോ? അങ്ങേര് ഭക്ഷണം ഉണ്ടാക്കുമല്ലേ? അടിപൊളിയാണ് കേട്ടോ. പിന്നെന്താ നടന്നേന്ന് പറയടി. പിന്നെ ഉണ്ടല്ലോ, ആ പൂരി മുറിച്ചിട്ട് കറിയിലൊക്കെ നന്നായി മുക്കിയിട്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, കസ്തൂരി മിശ്ര, യുവർ മമ്മി ഈസ് ഗ്രേറ്റ്. മോടി. നോക്ക്, ആംബുലൻസ് വിളിപ്പിക്കുക. എന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പെട്ടെന്ന് കൊണ്ടുപോ. സാർ, ബസേശ്വറിനെ ആരോ കൊന്നു സാർ. ദീപക് സാറേ, നിങ്ങൾ ചെയ്ത് ശരിയായില്ല കേട്ടോ. I am the wisest man alive, for I know one thing. That is, I know nothing. ഇതൊരു ചിന്തകൻ്റെ വാക്കുകളാണ്. കാര്യങ്ങൾ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
So you know nothing? Every action has its pleasures and its prices. ഇത് സോക്രട്ടീസിന്റെ ചിന്തകളാ. ഇവിടെ കിടന്ന് കളിക്കാനാണ് പരിപാടിയെങ്കിലും ഉണ്ടല്ലോ. നീയൊക്കെ ജീവനോട് ഇരിക്കുന്നത് ഞങ്ങൾ കാരണം. കളി അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല. ബസ്സേച്ചറിന് പകരം നിന്റെ ശവം. ഒരു ദിവസം ഞാനൊന്ന് മനസ്സ് മാറ്റിയാലുണ്ടല്ലോ, ഇവിടെ കിടന്ന് കൈയടിക്കുന്ന ഒരു നായിന്റെ മക്കളും നിന്നെ വന്ന് രക്ഷിക്കലടാ. 2 ദിവസത്തേക്ക് അവൻ പട്ടിണി കിടക്കട്ടെ, മനസ്സിലായോ? ശരി സാർ. പെട്ടെന്ന് കൊണ്ടുപോ. ഡ്രൈവർ വണ്ടി എടുക്ക്. പെട്ടെന്ന് വണ്ടി എടുക്ക്. വേഗം വേഗം. ഡ്രൈവർ ഒന്ന് വണ്ടി എടുക്ക് പെട്ടെന്ന്. കൊണ്ടുപോയി പെട്ടെന്ന് ഇവിടുന്ന്. വേഗം ആകട്ടെ വേഗം. കണ്ടില്ലേ സാർ, ഇത്തരം ഭ്രാന്ത ഇവന്റെ കയ്യിൽ. എന്നിട്ട് സാറ് പറയണ തലയെടുത്ത് വെക്കും. എത്ര വലിയ ഭ്രാന്തനാണെങ്കിലും സ്വന്തം കയ്യിലും ഞരമ്പ് മുറിക്കും. ആ നിക്ക് 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 നിക്ക്. ശരി സാറേ. आत्मनः शांति, वनस्पति शांति, औषधि शांति, रवः शांति, मृतदेह शांति शांति. എൻ്റെ കുഞ്ഞനിയനെ പോലെയായിരുന്നു ബസ്സേശ്വർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ദീപകിനെ കൊന്നു കളയണം സാറേ. എൻ്റെ മോൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കണം സാറേ. അതെ ചേട്ടാ, പ്രതികാരം ചെയ്യണം. ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം. വേണ്ട വേണ്ട, ഇവർ നമ്മുടെ ആളുകളാണ്. ഞങ്ങളുണ്ടല്ലോ കൂടെ. എന്നെങ്കിലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല ഠാക്കൂർ സാർ, ഇപ്പൊ നിങ്ങളുടെ രക്തം തണുത്തുറഞ്ഞു. നിങ്ങൾക്ക് വെറും കസേരയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. എത്ര പേര് ചത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ കസേര ഇളകരുത്. പ്രതികാരം ചെയ്യണം. ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം. നിങ്ങൾ എന്ത് പറയുന്നു? അതെ, പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യണം. മതി, മിണ്ടരുതിനി. ഞാനിവിടുന്ന് പട്ന വരെ ഉണ്ടാക്കണത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. കൊണ്ടുവാ, തോക്കും കൊണ്ടുവാ. വാ വാ എന്റെ കൂടെ. കോപ്പിലെ ഇലക്ഷനും വേണ്ട, കോപ്പിലെ കസേരയും വേണ്ട. ആ പന്നനെ ജയിലിലിട്ട് തന്നെ തട്ടിയേക്കാം. വാ. പ്രതികാരം ചെയ്യണം, പ്രതികാരം ചെയ്യണം. ഇതെന്താ കുട്ടികളിയാ? പ്രതികാരം ചെയ്യാനേ നല്ലൊരു അവസരം വേണം. നല്ലൊരു സമയവും സ്ഥലവും ഒത്തുവരണം. അല്ലാതെ നിങ്ങളുടെ എല്ലാം തല ചൂടായാൽ ചെയ്യാനായിട്ട്. ഈ സമയം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. മനസ്സിലായോ? പിന്നെ ആ ദീപകിന്റെ കാര്യം, അവനെ ഈ ശ്മശാനത്തിൽ ഇവിടെ അവനെ അടക്കിയില്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കും. ഇത് വാക്കാണ്, ശിവാനന്ദന്റെ വാക്ക്. വേണ്ട 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 വേണ്ട. ആ പോ, മാറ്. Oh!
Control room, all clear.